ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിലും നമ്മുടെ സമൂഹത്തിലുമൊക്കെയും നമുക്ക് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു മനുഷ്യനുമില്ല. പക്ഷേ ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെയും നമ്മൾ അറിഞ്ഞുകൊണ്ട് വരുത്തുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ എങ്ങനെ നേരിടണം? അതിനുവേണ്ടി നമ്മുടെ സ്വയം അറിവുകളോ ലോകത്തിൻ്റെതായ അറിവുകളോ ഒന്നും നമ്മളെ സഹായിക്കത്തില്ല. ഇവിടെ തീർച്ചയായിട്ടും ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവം മനുഷ്യന് വേണ്ടി നൽകിയിരിക്കുന്ന ദൈവവചനം, ആ ദൈവവചനം എന്താണ് പറയുന്നത്? സദൃശവാക്യങ്ങളുടെ പുസ്തകം 20:3 പറയുന്നു, വ്യവഹാരം ഒഴിഞ്ഞിരിക്കുന്നത് പുരുഷന് മാനം, എന്നാൽ ഏത് ഭോഷനും ഷണ്ട കൂടും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഫിസിക്കലായിട്ട് ആരും വഴക്കുണ്ടാക്കുന്ന കാണുവാനായിട്ട് സാധിക്കത്തില്ല. നമ്മുടെ യുവതലമുറയൊക്കെ ഇന്ന് ഒരു ഫോണിനകത്ത് കൂടിയാണ് കലഹിക്കുന്നത്. സോഷ്യൽ മീഡിയ വഴി ഇഷ്ടപ്പെട്ട ടീമിന് വേണ്ടിയും ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ടിയും ഇഷ്ടപ്പെട്ട ഫിലിം സ്റ്റാറിന് വേണ്ടിയൊക്കെ കമൻറ്റ് ചെയ്ത് പിന്നെ അതൊരു വലിയ ചർച്ചയാക്കി അതിൻ്റെ താഴെ പിന്നെയും കമൻ്റ് ഇട്ട് വീഡിയോകളിട്ട് തങ്ങളുടെ വിലയേറിയ സമയം പാഴാക്കുന്നു. അതുപോലെ തന്നെ സ്വന്തം ഭവനത്തിലോ അല്ലെങ്കിൽ സ്വന്തം ജീവിക്കുന്ന സ്ഥലത്തെയോ നോക്കാതെ ഒരു അദൃശ്യമായ ലോകത്തിൽ കലഹിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രായമുള്ള ആൾക്കാരും ആയിരിക്കുന്നിടത്ത് ഭവനത്തിലും പള്ളികളിലും അതുപോലെ തന്നെ സമൂഹത്തിലും ജോലിസ്ഥലത്തും ആവശ്യമില്ലാത്ത ഗോസിപ്പുകൾ, മനസാവാചക അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് അതൊരു ഗോസിപ്പ് കമ്പനിയാക്കി ആരെയൊക്കെയോ എവിടെയൊക്കെയോ കുടുംബത്തിന് സമാധാനം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ. അപ്പോൾ ഇത് ഒരു സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കണമെന്നാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കീപ് എലൂഫ് ഫ്രം സ്ട്രൈഫ്, നമ്മൾ കലഹത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. അതിനായിട്ട് കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥനയോട് ദൈവത്തിൻ്റെ ആത്മാവ് അതിനുവേണ്ടി നമുക്ക് ബലം തരും. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.